ഇത് കോർപ്പറേഷൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ്. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോഴിക്കോട് ബീച്ച്. ഈ ബീച്ചിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന, കോഴിക്കോടിൻ്റെ നഗര ജീവിതത്തിന് പുതിയ അനുഭവം സമ്മാനിക്കാൻ പോകുന്ന വളരെ ശ്രദ്ധേയമായ മികച്ച ഒരു പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ബീച്ച് ജനങ്ങളെല്ലാം ഒത്തുചേരുന്ന സ്ഥലമാണ്. വലിയ പൊതുപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ ഇതിൻ്റെ എല്ലാം വേദിയാണ്. ഈ നഗരത്തിലെ ഏറ്റവും ജനസൗഹൃദമായ പൊതു ഇടമാണ്, എല്ലാവർക്കും വന്നു ചേരാവുന്ന പൊതുവിടമാണ് ഈ ബീച്ച്. ഇന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം നേടിക്കഴിഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ എല്ലാം വേദി ഇവിടെയാണ്. അപ്പോൾ ആ ബീച്ചിലെ ജീവിതത്തെ, ബീച്ചിലെ സായാഹ്നങ്ങളെ സജീവമാക്കുന്ന ഒന്നാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ള ബീച്ച് വെൻഡിങ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ്. ഈ ഫുഡ് സ്ട്രീറ്റ് കോഴിക്കോടിൻ്റെ രുചി വൈവിധ്യത്തെ മുഴുവൻ കോഴിക്കോട്ടുകാർക്കും ഇവിടെ വന്നു പോകുന്ന എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാൻ സൗകര്യമൊരുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കോഴിക്കോടിൻ്റെ കൈപുണ്യം, കോഴിക്കോടിൻ്റെ രുചി വൈവിധ്യം വളരെ വളരെ പ്രസിദ്ധമാണ്. അപ്പം അത് അനുഭവിച്ചറിയാൻ, നാടൻ രുചികൾ എല്ലാം ആളുകൾക്ക് അനുഭവിച്ചറിയാനുള്ള ഒരു വലിയ അവസരം കൂടിയായി ഈ ഫുഡ് സ്ട്രീറ്റ് മാറും. ഇങ്ങനെ വളരെ മനോഹരമായൊരു പദ്ധതി ദീർഘവീക്ഷണത്തോടെ ആസൂത്രണം ചെയ്ത ഡോക്ടർ ബീന ഫിലിപ്പിൻ്റെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതിയെ ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും വേണ്ടി അഭിനന്ദിക്കുകയാണ്. സമയം വളരെ വൈകിയതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. നമ്മുടെ നഗരങ്ങൾ ഇന്ന് അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ആകെ തന്നെ ഒരു നഗരമാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഗ്രാമവും നഗരവും തമ്മിലുള്ള അതിർവരമ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. എവിടെ ഗ്രാമം അവസാനിക്കുന്നെന്നോ, എവിടെ നഗരം തുടങ്ങുന്നെന്നോ, എവിടെ നഗരം അവസാനിച്ച് ഗ്രാമം ഉണ്ടാവുന്നെന്നോ എന്നൊന്നും നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏറെക്കുറെ ഒറ്റ നഗരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികൾ, ഒപ്പം നഗരവൽക്കരണം തുറന്നു തരുന്ന സാധ്യതകൾ, ഇത് രണ്ടും നാം ഒന്ന് ഉപയോഗിക്കണം. മറ്റൊന്നിനെ, ആ വെല്ലുവിളികളെ നമുക്ക് ശരിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഇനിയുള്ള ശ്രദ്ധയും ഊന്നലും കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ തന്നെ ആ ദിശയിൽ ചില പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. അതൊക്കെ വിശദീകരിക്കേണ്ട സന്ദർഭമല്ല ഇത്. പക്ഷെ ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ബീച്ചിൽ വെൻഡിങ് മാർക്കറ്റും ഫുഡ് സ്ട്രീറ്റും വരുന്നു. ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും മുമ്പ് വരുന്നത് പോലെ അതിനേക്കാൾ കൂടുതലും ഇനി വരും. ഇതെല്ലാം കൊള്ളാം. പക്ഷേ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. വളരെ കർശനമായ നിലപാട് അക്കാര്യത്തിൽ കോർപ്പറേഷനും എടുക്കണമെന്ന് ഞാൻ പരസ്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുക. അത് ശുചിത്വത്തിൻ്റെ കാര്യമാണ്, വൃത്തിയുടെ കാര്യമാണ്. അപ്പോൾ വെൻഡിങ് മാർക്കറ്റും ഫുഡ് സ്ട്രീറ്റും ഒക്കെ നഗരത്തെ മലിനമാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അപ്പോൾ തെരുവിലെ കച്ചവടം ഏറ്റവും ശുചിയായി, ഏറ്റവും വൃത്തിയായി, മാലിന്യമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കച്ചവടക്കാർക്കുണ്ട്. അത് ഞാൻ കച്ചവടക്കാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നേരെ തന്നെ പറയാം. ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. ഇത് നടപ്പാവുന്നു എന്ന് ഉറപ്പാവേണ്ട ജോലി കോർപ്പറേഷനുണ്ട്. അതിൽ കർശനമായ നിലപാട് തന്നെ സ്വീകരിക്കണം. അതിൽ ആർക്കെങ്കിലും മുഷ്ടിലുണ്ടാവുമോ എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം അല്ലെങ്കിൽ ഇതൊരു ശാപമായിട്ടും മാറും. അത് നമ്മൾ കാണണം. ഈ വെൻഡിങ് മാർക്കറ്റും ഫുഡ് സ്ട്രീറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇത് വൃത്തിഹീനമായിട്ട് മാറിയാൽ ഇതൊരു ശാപമായിട്ട് മാറും.
അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും താല്പര്യത്തിനാണ് ഇത് വൃത്തിയായിട്ട് നടത്തണം എന്ന് പറയുന്നത്. നല്ല ബിസിനസ് നടക്കണമെങ്കിൽ, ആളുകൾക്ക് നന്നായിട്ട് ഇത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ വൃത്തി വളരെ പ്രധാനമാണ്. ഞാനിപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്ര ഊന്നി പറയുന്നതിൻ്റെ കാരണം വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ചുരമിറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ കേരളത്തിലാകെ ഉണ്ടായ ഒരു മാറ്റത്തിന് നിരക്കുന്നതല്ല, അരോചകമാണ് ചുരത്തിലുള്ള കാഴ്ചകൾ ഇപ്പോഴും. അപ്പം നമ്മുടെ ശീലത്തിലും സ്വഭാവത്തിലും വരേണ്ട മാറ്റം വരിക തന്നെ വേണം. കോർപ്പറേഷനും സർക്കാരിനും സൗകര്യങ്ങൾ ഒരുക്കാനും സംവിധാനങ്ങൾ ഒരുക്കാനുമേ പറ്റും. വഴി നീള ബിന്നുകൾ വെച്ചിട്ടുണ്ട്, ബോട്ടിൽ ബൂത്തുകളുണ്ട്. പക്ഷേ അതിൽ നിക്ഷേപിക്കില്ല, വഴിയിൽ തന്നെ വലിച്ചെറിയുമെന്ന് വന്നാൽ പിന്നെ നമ്മൾ ബോധവൽക്കരിച്ചിട്ട് കാര്യമില്ല. ഫൈൻ നന്നായിട്ട് ഈടാക്കുക എന്നുള്ളത് മാത്രമേ മാറുള്ളൂ. കഴിഞ്ഞ 5 മാസം കേരളത്തിൽ പൊതുവിടത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞതിന് ചുമത്തിയ പിഴ 8,55,00,000 എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക. 8,55,00,000 5 മാസത്തെ കണക്കാണ്. ഇത് കണ്ണിൽ പെട്ടത് മാത്രമാണ്, ശ്രദ്ധയിൽ വന്നത് മാത്രമാണ്. കണ്ണിൽ പെടാത്തത് വേറെയുണ്ട്. ഈ ചുരത്തിലേതൊക്കെ അങ്ങനെയാണ്. രാത്രിയൊക്കെ സഞ്ചരിക്കുമ്പോൾ വലിച്ചെറിയാണ്. ഇതാരുടെയും കണ്ണിൽ പെടുന്നതല്ല. അത് സമൂഹത്തോടും നാടിനോടും ചെയ്യുന്നൊരു കുറ്റകൃത്യമാണ്, സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനമാണ് ഈ മാലിന്യം അലക്ഷ്യമായിട്ട് വലിച്ചെറിയുക എന്നത്. അതിൻ്റെ കെടുതി വലിച്ചെറിയുന്നവരും അല്ലാത്തവരും എല്ലാവരും അനുഭവിക്കുകയാണ്. അപ്പം അത് അടിവരയിട്ട് ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടാണത് പറയുന്നത്. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോഴാണ് മൈക്കിനൊരു ശബ്ദം വന്നത്. ശുചിത്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആരോ ബോധപൂർവ്വം കുറച്ച് വെച്ചത്. അപ്പൊ അതുകൊണ്ട് കോഴിക്കോടിനൊരു സൽപ്പേരുണ്ട്. ആ സൽപ്പേര് ഉയർത്തിപ്പിടിക്കുന്ന നിലയിൽ ഈ ബീച്ച് വെൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് ഭംഗിയായി വൃത്തിയായി പരാതികളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ